ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 18-ാം തീയതി ശനിയാഴ്ച ദിവസം 1299 ഇടവമാസം 4-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 28-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:30 നാളത്തെ തിഥി ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപായിട്ട് 11:12 വരെ ദശമി തിഥിയുണ്ട്. പിന്നീട് ഏകാദശി തിഥിയാണ് ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. നാളത്തെ ഉദയാൽപര നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച രാത്രി 9:19 ഉത്രം നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനിയാഴ്ച രാത്രി 12:24 അതായത് ഞായറാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം 24 AM അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി 12:24 എന്നുള്ള സമയത്താണ് ഉത്രം നക്ഷത്രം അവസാനിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിൽ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കുറിലും പിന്നീട് 3 പാദങ്ങൾ വരുന്നത് കന്നിക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ സമയം ഞാനിവിടെ എടുത്തു പറഞ്ഞു തരാം. വെള്ളിയാഴ്ച രാത്രി 9:19 മുതൽ ശനിയാഴ്ച പുലർച്ചെ 4:04 വരെ ഉത്രം നക്ഷത്രത്തിൻ്റെ 1-ാം പാദം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സമയത്താണ് 1-ാം പാദം അല്ലെങ്കിൽ ചിങ്ങക്കുറിൽപ്പെട്ട ഉത്രം നക്ഷത്ര സമയം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ചിങ്ങക്കുറിൽപ്പെട്ട ഉത്രം നക്ഷത്രത്തിൻ്റെ സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാത്രി 9:19 മുതൽ ശനിയാഴ്ച പുലർച്ചെ 4:04 വരെയുള്ള സമയമാണ്. പിന്നീട് ജനിക്കുന്ന കുട്ടികൾ കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഉത്രം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഉത്രം നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങക്കുറിൽപ്പെട്ടതും കന്നിക്കുറിൽപ്പെട്ടതുമായ നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട വൃഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത മഹേശ്വരനാണ്. അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ മൃഗം ഒട്ടകമാണ്, ഭൂതം അഗ്നിയാണ്, പക്ഷി കാകനാണ്, വൃക്ഷം ഇത്തിയാണ്, സൂര്യദിശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. അപ്പോൾ എല്ലാ ഉത്തര നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം സൂര്യദശാകാലമാണെന്ന് ജ്യോതിഷം പറയുന്നു. ഉത്രം നക്ഷത്ര ജാതകർ പൊതുവെ അഭിമാനികളാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇവർ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകുന്നവരാണ്. ഇവർ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് വൻ വിജയമായിരിക്കും. അങ്ങനെ അവർ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ജോലിയുള്ള ഒരു വ്യക്തി ചില സമയത്തൊക്കെ ചില കാര്യങ്ങൾ ചെയ്താൽ മേലുദ്യോഗസ്ഥരുടെ അംഗീകാരത്തിന് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് അവരുടെ ആദരവിന് പാത്രമാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്, വിശാല മനസ്ഥിതി ഉള്ളവരാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. ആരംഭത്തിൽ ഇവരുടെ ജീവിതം ആരംഭത്തിൽ എളിയ നിലയിലായിരുന്നാലും ക്രമേണ ഉയർന്ന് നല്ല നിലയിൽ എത്തിച്ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ക്ഷമയുള്ളവരാണ്, വ്യാപാര രംഗത്ത് ശോഭിക്കുന്നവരാണ്, വിവാഹ ജീവിതത്തിലും ഇവർ നല്ല സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്നവരാണ് എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഉത്തരവാദിത്തത്തോടുകൂടി ഏത് കാര്യവും അവർ ചെയ്ത് ആ കാര്യം വിജയിപ്പിക്കുവാൻ സാമർഥ്യമുള്ളവരാണ് ഉത്രം നക്ഷത്ര ജാതകർ എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശാന്ത സ്വഭാവക്കാരാണ്, ഗൃഹഭരണ പാടവം ഉള്ളവരാണ്, ബുദ്ധിശക്തിയും ബന്ധുക്കളോട് നല്ല രീതിയിൽ സഹകരിക്കുന്നവരൊക്കെയാണ്. അതുപോലെ തന്നെ സ്നേഹം, സഹകരണം, സൗന്ദര്യം എന്നിവയുള്ളവരാണെന്നൊക്കെ ജ്യോതിഷം പറയുന്നു. ഈശ്വരഭക്തി ഉള്ളവരാണെന്ന് ജ്യോതിഷം പറയുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ താല്പര്യമുള്ളവരാണെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഉത്രം നക്ഷത്ര ജാതകർ ചിത്തിര, വിശാഖം, തൃക്കേട്ട, പൂരുട്ടാതി, തിരുവാതിര എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ, അതായത് ചിത്തിര, വിശാഖം, തൃക്കേട്ട, പൂരുട്ടാതി, തിരുവാതിര എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച്, അവരുടെ സ്വഭാവത്തെക്കുറിച്ചും ജ്യോതിഷം പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നത്. ഇനി ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ഉത്രം നക്ഷത്ര ജാതകർ എല്ലാ മാസവും ഇങ്ങനെ പറയുന്നതാണ്. വീണ്ടും ആദ്യമായിട്ട് അല്ലെങ്കിൽ പുതുതായിട്ട് ഈ വീഡിയോ കേൾക്കുന്നവർക്ക് അവർക്കൊരു ഉപകാരമാകട്ടെ. അവർ ഒരു ഉത്രം നക്ഷത്ര ജാതകരാണെങ്കിൽ അവരുടെ ജീവിതം ഇപ്പോൾ ഏത് ദശാകാലത്തുകൂടി കടന്നു പോകുന്നതിനെ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ളൊരു കണക്ക് ഞാൻ പറഞ്ഞു തരാം.
ഉത്തരം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് സൂര്യദശാകാലം. സൂര്യദശാകാലം 6 വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും 6 വർഷം വന്നു ചേരണമെന്നില്ല, വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നതിന് വേണ്ടി, ഒരു കുട്ടി ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചു. ആ കുട്ടിക്ക് ആദ്യത്തെ ദശാകാലം സൂര്യദശാകാലമാണ്. 4 വർഷം സൂര്യദശാകാലം ഉണ്ടായിരുന്നു. ഗ്രഹനിലയൊക്കെ തയ്യാറാക്കി ജനനശിഷ്ട ദശാകാലം കണ്ടുപിടിച്ചപ്പോൾ സൂര്യദശാകാലം 4 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ 4 വയസ്സ് വരെ സൂര്യദശാകാലമാണ്. പിന്നീട് തൊട്ടടുത്ത ദശാകാലം എന്ന് പറയുന്നത് ചന്ദ്രദശാകാലമാണ്. 10 വർഷമാണ്. അപ്പോൾ 14 വയസ്സായി. പിന്നീട് 7 വർഷം കുജദശാകാലം, 14 7 21 പിന്നീട് 18 വർഷം രാഹുവിൻ്റെ ദശാകാലം, 21 തൊട്ട് 29 39 39 കഴിഞ്ഞാൽ പിന്നെ 16 വർഷം വ്യാഴദശാകാലം, 45 55 55 വയസ്സ് കഴിഞ്ഞാൽ 19 വർഷമാണ് ശനി ദശാകാലം. 55 9 64 10 74 വയസ്സുകൊണ്ട് ശനി ദശാകാലം തീരും. 74 കഴിഞ്ഞാൽ പിന്നെ ബുധദശാകാലം 17 വർഷം. 74 7 81 10 91 വയസ്സുകൊണ്ട് ബുധദശാകാലം തീരും. 91 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതുവിൻ്റെ ദശാകാലമാണ്. 98 98 കഴിഞ്ഞാൽ പിന്നെ 20 വർഷം ശുക്രദശാകാലമായി. അങ്ങനെ 118. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതിയിട്ടുണ്ട്. ആ ചാർട്ട് എടുത്ത് നോക്കിയാൽ ജനനശിഷ്ട ദശാകാലം ചിലപ്പോൾ 3 വർഷമോ 2 വർഷമോ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ദശാകാലമായ ചന്ദ്രദശാകാലം 10 വർഷം അതിനോട് കൂടെ കൂട്ടിയാൽ അപ്പോൾ അത് ഒരു സംഖ്യ വന്നു ചേരും. അപ്പോൾ അങ്ങനെ പ്രായവുമായിട്ട് അതിനെ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എത്ര വയസ്സായെന്നുള്ളത് നോക്കുക. ആ വയസ്സ് വരെ ഇതിനെ കൂട്ടി കൊണ്ടുവന്നാൽ ഇപ്പോൾ ഏത് ദശാകാലത്തു കൂടിയാണ് ജീവിതം കടന്നു പോകുന്നതെന്നറിയാം. പ്രതിസന്ധിയാണെങ്കിൽ ആ ദശാകാലത്തിൻ്റെ നാഥന് ഉള്ള പരിഹാരങ്ങൾ ചെയ്യണം. അതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അതിൻ്റെ പരിഹാരങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളിൽ, ശനിയാണെങ്കിൽ ശനീശ്വരനുമായിട്ടുള്ള ബന്ധത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പോകുക. വ്യാഴമാണെങ്കിൽ വിഷ്ണു ക്ഷേത്രം, ലക്ഷ്മി ദേവിയുടെയൊക്കെ അടുത്ത് പോയി, ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി, സരസ്വതി ദേവി ക്ഷേത്രങ്ങളിലൊക്കെ പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക. വഴിപാട് മാത്രം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഒരു പ്രാർത്ഥന, ഹൃദയം കൊണ്ടൊരു പ്രാർത്ഥന ആവശ്യമാണ്. അത് ചെയ്യണം. വഴിപാട് വെറും വഴിപാടായി പോകാതിരിക്കുവാൻ പ്രാർത്ഥനയും വിശ്വാസവും അത്യാവശ്യമാണ്. അപ്പോൾ അതും ഈ കൂടെ ഞാൻ പറഞ്ഞുതരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളൊക്കെ മാറി ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ഈ അധ്യായത്തിൽ നമ്മൾ അടുത്ത വിഷയം ചിന്തിക്കുന്നത് നാളത്തെ നക്ഷത്ര ദിവസം ഉത്രം നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. ഉത്രം നക്ഷത്രപ്രകാരം നാളത്തെ ദിവസം പൂരാടം, ഉത്രാടം, ആയില്യം, പുണർദം, കാർത്തിക, രോഹിണി, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പൂരാടം, ഉത്രാടം, ആയില്യം, പുണർദം, കാർത്തിക, രോഹിണി, പൂരം എന്നീ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ, നല്ല ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് തിരുവാതിര, മകം, പൂയം, തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിരുവാതിര, പൂയം, മകം, തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകം ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഇനി നാളെ ശനിയാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. രാവിലെ 7:37 മുതൽ 9:07 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് 10:37 മുതൽ 12:24 വരെ ശുഭസമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:37 മുതൽ 5:07 വരെ ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം നാളത്തെ തീയതി 18ആണ്. ഇംഗ്ലീഷ് മാസ തീയതി 18ആണ്. ഒറ്റസംഖ്യാക്കുമ്പോൾ 9 വരും. അപ്പോൾ ഏതൊരു മാസത്തെ 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 9ആണ്. അവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമാണ്. അപ്പോൾ അവർ നാളെ എന്ത് ചെയ്യണം? അവർ നാളെ കടും ചുവപ്പ്, നീല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നല്ല അനുഭവങ്ങൾ വന്നു ചേരും. പ്രതികൂലങ്ങളൊക്കെ മാറി നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ജ്യോതിഷം ഒരു പരിഹാരമായിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അവിടെ പരിഹാരം ചെയ്യാൻ നിറങ്ങളെയാണ് ജ്യോതിഷം ആശ്രയിച്ചിരിക്കുന്നത്. നിറങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു, മനുഷ്യർക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കുന്നു, പോസിറ്റീവ് എനർജി കൊടുക്കുന്നു. അപ്പോൾ നാളത്തെ ദിവസം കടും ചുവപ്പ്, നീല, കറുപ്പ് ധരിച്ചാലും നല്ലതാണ്. എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് അപ്രകാരം ചെയ്യുക.
അതുപോലെ തന്നെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ പേരിലുണ്ടോ? തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു കാര്യമാണെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറഞ്ഞു തരുവാനുള്ള. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഞാൻ തിരക്കിലായതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് കമൻ്റ് ഒന്നും നോക്കാൻ പറ്റുന്നില്ല. എങ്കിലും പരിഭവിക്കാതെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. ഇത് എല്ലാ ദിവസവും ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ജീവിത കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു, അതുപോലെ തന്നെ നല്ല തിരക്കുമുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. നേരത്തെയൊക്കെ എനിക്ക് ഇത് തുടങ്ങിയ സമയത്തൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് സമയം കുറവാണ്, ഓഫീസിലും നല്ല തിരക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം, ഞാൻ സമയം പോലെ എല്ലാവരുടെയും കമൻറ്റിനൊക്കെ മറുപടി തരാം. ഞാൻ തന്നില്ലെങ്കിലും എന്നോടുള്ളൊരു സ്നേഹം നിങ്ങൾ സൂചിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, മഹാദേവൻ തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ചെയ്യുന്ന ഒരു ലൈക്കിന്, ഒരു കമൻറ്റിന് മഹാദേവൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഞാൻ എപ്പോഴും എൻ്റെ പൂജയിൽ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു, മഹാദേവ, എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ മഹാദേവൻ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകണം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു സന്ദേശം അത് ജനങ്ങൾക്ക് കിട്ടുമ്പോൾ അവർക്കൊരു നന്മയാണ് ഉണ്ടാകേണ്ടത്. മഹാദേവൻ്റെ അനുഗ്രഹമാണ് അവർക്ക് ആവശ്യം. മനുഷ്യരെല്ലാവരും പലവിധമായ കഷ്ടതകളിൽ കൂടിയും പ്രതികൂലങ്ങളിൽ കൂടിയും കടന്നു പോകുന്നവരാണ്. ഒന്നൊക്കുമ്പോൾ മറ്റൊന്നും ഒക്കത്തില്ല. ഇപ്പം ധനമുണ്ടെങ്കിൽ രോഗമായിരിക്കും, രോഗമുണ്ടെങ്കിൽ മറ്റു പലവിധമായ പ്രതിസന്ധികളും കൂടെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ രോഗവും ദുഃഖവും പ്രയാസവും അങ്ങനെ പലവിധമായ കഷ്ടതകൾ അങ്ങാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായിട്ട് ഈ ചാനൽ തീരണം. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യമായിരിക്കണം, ഒരു സമാധാനം കിട്ടുന്നൊരു കാര്യമായിരിക്കണം. അതുവഴി അവർക്ക് മഹാദേവനെ കാണുവാനും മഹാദേവൻ്റെ നന്മകൾ അവർക്ക് പ്രാപിക്കുവാനും കഴിയണം. ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലുന്നവരായിത്തീരണം. മഹാദേവൻ്റെ അനുഗ്രഹം അവരിൽ വന്നു ചേരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്കിത് ധനലാഭമുള്ളൊരു കാര്യമല്ല. യൂട്യൂബിൽ നിന്ന് എനിക്ക് മറ്റുള്ള വീഡിയോകൾക്കൊക്കെ കിട്ടുന്ന പോലെ അവർക്കൊക്കെ നല്ല വരുമാനം ഉണ്ടെങ്കിൽ എനിക്കിതിൽ നിന്ന് ഒരു വരുമാനവുമില്ല. ഇത് ജ്യോതിഷം എന്ന് പറയുന്ന ചാനൽ, അല്ലെ ജ്യോതിഷം കാണുന്നത് 40-45 വയസ്സ് കഴിഞ്ഞവരാണ്, പ്രായമുള്ളവരാണ്. ചെറുപ്പക്കാർ ഇതൊന്നും കാണത്തില്ല. ചെറുപ്പക്കാർ കാണുന്ന വീഡിയോകൾക്കാണ് പണം കിട്ടുക. ചെറുപ്പക്കാരൊക്കെ നല്ല ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് വരുമ്പോൾ നല്ല വരുമാനം കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഒരു 45 വയസ്സ് കഴിഞ്ഞവരൊക്കെയാണ്, 40-45 വയസ്സ് വരെ കഴിഞ്ഞവരാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നത്. അതുതന്നെ ആണെങ്കിലും ഇത് ഒരു കണ്ടൻറ്റ്, ഇതിനകത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കണ്ടൻ്റ് അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ടതൊക്കെ മാത്രമേ കാണുകയുള്ളൂ. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. ഞാൻ മുഖേന മറ്റൊരാൾക്കൊരു നന്മ ഉണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിലൊരു അഭിവൃദ്ധി ഉണ്ടാകട്ടെ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവർ സഹകരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി നക്ഷത്രഫലമാണ് ചിന്തിക്കാൻ പോകുന്നത്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. നാളെക്കുറിച്ചുള്ള ഒരു അറിവ് നാളത്തെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ എങ്ങനെ വന്നു ചേരും. അപ്പോൾ നമ്മൾ നാളെ പലർക്കും കൊടുത്തുവാങ്ങലൊക്കെ നടത്തുന്ന പലർക്കുമൊക്കെ നാളത്തെ ദിവസം സാമ്പത്തികം ഇന്ന ഇടത്തു നിന്ന് കിട്ടും, അവരുടെ നിന്ന് കിട്ടും, ഇവർക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാക്ക് പറയും. ചിലപ്പോൾ അതൊക്കെ നടക്കാതെ പോകും. അപ്പോൾ അങ്ങനെ വാക്ക് പറയുമ്പോൾ വാക്ക് പാലിക്കാതെ വന്നാൽ ശത്രുതയിലൊക്കെ ചെന്നാണ് പിന്നീട് അത് അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുമോ കിട്ടുകയില്ലോ, നാളത്തെ ദിവസം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്, ഏകദേശം ഒരു അറിവ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാനിതിങ്ങനെ പറഞ്ഞിരുന്നത്. പൂർണ്ണമായിട്ടുള്ള ഒരു അറിവല്ല, ഏകദേശം ഒരു അറിവ് കിട്ടിയാൽ നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടും വിവേചന ശക്തി കൊണ്ടും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്കതിനെ വേണ്ട വിധത്തിലാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കാര്യമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. നാളത്തെ ദിവസം ശനിയാഴ്ച ദിവസമാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ശനീശ്വരൻ നാളത്തെ ദിവസം 27 നക്ഷത്ര ജാതകരെയും അനുഗ്രഹിക്കേണ്ട ദിവസമാണ്. ശനീശ്വരൻ്റെ ഭക്തരായിട്ടുള്ളവരെയൊക്കെ ശനീശ്വരൻ നാളത്തെ ദിവസം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാളത്തെ ദിവസം മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽനാളുകാരുടെ ജീവിതാനുഭവം എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ആദ്യമായിട്ട് അവരുടെ കാര്യമാണ് ചിന്തിക്കുന്നത്. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽനാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ട് ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ കണ്ടുവന്ന ദിവസമാണ്. ശത്രുതയൊന്നുമില്ല, എല്ലാം ഒന്ന് ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ
നാളത്തെ ദിവസം അവരുടെ പ്രവർത്തന മേഖലകളൊക്കെ വിജയം കൈവരിക്കുന്നൊരു ദിവസമാണ്. ലാഭം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ആരെയും ഭയക്കാതെ ഏതൊരു കാര്യവും ധൈര്യത്തോടു കൂടി ചെയ്യുന്നൊരു ദിവസമാണ്. ശനി മൂലത്രികോണത്തിലാണ് നിൽക്കുന്നത്. കുംഭൻ രാശിയിൽ മൂലത്രികോണത്തിൽ 11-ാം ഭാവത്തിലാണ്, മേടക്കൂറുകാരുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അവർക്ക് നാളത്തെ ദിവസം നന്മകൾ കൊടുക്കും. ശനി സ്വതന്ത്രനായിട്ടാണ് നിൽക്കുന്നത്, ആരുടെയും കൂടിയല്ല നിൽക്കുന്നത്, ശത്രുതയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ശനി അവിടെ നിൽക്കുമ്പോൾ നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം പ്രവർത്തന വിജയം, ലാഭമൊക്കെ വന്നിരുന്ന ദിവസമാണ്. ആരെയും ഭയക്കാതെ ജീവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. സുഖാനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം, അവരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം നിലനിൽക്കുന്നൊരു സമയമാണിപ്പോൾ. അത് ശനീശ്വരൻ കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ അവർക്ക് തൊഴിൽപരമായ നല്ല നേട്ടമുണ്ട്. ഓടി നടന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സമയമാണ്. ഇനി ആർക്കെങ്കിലും അത് സാധിക്കാതെ പോയാൽ അവർ ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി പ്രത്യേകിച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ വളരെ അനുകൂലമായൊരു സമയമാണ്. ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നല്ല സമയമാണ്. അധ്വാനിക്കാതെ പണം ഉണ്ടാകത്തില്ല. ഞാൻ ആരോടും പറയത്തില്ല നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ സാധനം അല്ലെങ്കിൽ ഈ ഇല കൈ വെച്ച് കിടന്നുറങ്ങി നാളെ രാവിലെ പണം ഉണ്ടാകുമെന്ന് ഞാൻ ആരോടും പറയത്തില്ല. അധ്വാനിക്കണം, കഷ്ടപ്പെടണം, രാവും പകലും കഷ്ടപ്പെടണം, ഉറക്കമില്ലാതെ കഷ്ടപ്പെടണം. അങ്ങനെ കഷ്ടപ്പെട്ട് ധനം വന്ന് ചേർന്ന് ആ ധനം വിനിയോഗിച്ച് നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അത് നിലനിൽക്കും. അല്ലാത്ത ഒന്നും നിലനിൽക്കത്തില്ല. അതാണൊരു സത്യം. അല്ലാത്ത ഒന്നും നിലനിൽക്കത്തില്ല. അതൊക്കെ താൽക്കാലികമായിട്ടാണ്. നമുക്ക് തലമുറകളായിട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മുടെ ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് മാത്രമേ നമ്മളും നമ്മുടെ തലമുറകളും സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തതൊക്കെ താൽക്കാലികം, വന്നു പോകുന്നു. അതുകൊണ്ടൊന്നും ഒരു മനുഷ്യ ജീവിതത്തിന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമേ അല്ല. അപ്പോൾ കഷ്ടപ്പെടണം, അധ്വാനിക്കണം. ഉറക്കളയ്ക്കേണ്ടതാണെങ്കിൽ ഉറക്കളച്ച് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കണം. ആ കിട്ടുന്ന പണം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ട് ചെലവഴിച്ച് കളയരുത്. അത് കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കണം. അപ്പോൾ അവിടെ ബുദ്ധി പ്രവർത്തിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നാളത്തെ ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. തൊഴിൽ കൊണ്ടുള്ള ധനവരവുണ്ടാകും. കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നു ചേരാം. നാളത്തെ ദിവസം നല്ല ദശാകാലമാണിപ്പോൾ അവർ അനുഭവിക്കുന്നതെങ്കിൽ കീർത്തിയും പ്രശസ്തിയും ഒക്കെ നാളത്തെ ദിവസം അവരെ തേടി വരും. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. എവിടെയും ഉയർച്ച പ്രതീക്ഷിക്കാം, നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ആരെയും ഭയക്കേണ്ട ഒരു ആവശ്യവും വരികയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവർക്ക് ഭയം തോന്നുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പല സ്ഥലങ്ങളിലും ഭീരുത്വം തോന്നും. ഒരു കാര്യം ചെയ്യണമോ വേണമോ എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകും. അപ്പോൾ അവർക്ക് ഭാഗ്യക്കേടുകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഭയം കൊണ്ടും ഭീരുത്വം കൊണ്ടും പല കാര്യങ്ങളും അവർ ചെയ്യാൻ മടിക്കും. അങ്ങനെ അവർക്ക് ഭാഗ്യക്കേടുകൾ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലർക്കൊക്കെ ആപത്തും അനർത്ഥങ്ങളും ഒക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാം. അത്ര നേട്ടമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് ലഭിക്കാൻ ചിലപ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമിയൊക്കെ വന്നു ചേർന്നെന്ന് വരും. പക്ഷേ എങ്കിലും അവർക്ക് ഭാഗ്യക്കേടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആപത്തോ അനർത്ഥങ്ങളോ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം പ്രതികൂലമായൊരു ദിവസമാണ്. ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അവർ ജനിച്ച സമയത്തെ ദശാകാലത്തിൻ്റെ മികവുകൊണ്ട് നല്ല ശോഭനമായ ഒരു ദശാകാലമാണെങ്കിൽ ഒരുപക്ഷെ അത് വന്നു ചേരണമെന്നില്ല. അപ്പോൾ നാളത്തെ ദിവസം ദോഷം വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ബന്ധുക്കൾ ശത്രുക്കളാവും, ബന്ധുക്കൾക്ക് ദോഷം ചെയ്യും. അതുപോലെ തന്നെ ധനസ്ഥിതി മോശമായിരിക്കും, ആരോഗ്യക്കുറവുണ്ടാകും. ചിലരൊക്കെ വിദേശത്ത് പോകാനുള്ള വിദേശ ജോലി, വിദേശവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ദിവസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് വന്നു ചേരുക. അവർക്ക് നാളത്തെ ദിവസം സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്.
ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എങ്കിലും വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനേ സാധ്യതയുള്ളൂ. പുനർവിവാഹം ആലോചിക്കുന്നവർക്ക് അത് നടക്കുവാൻ സാധ്യതയുണ്ട്. രോഗം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ തമ്മിൽ കലഹിക്കാനോ അഭിപ്രായ വ്യത്യാസത്തിനോ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ആണ്. ദാമ്പത്യ ജീവിത സുഖം നാളത്തെ ദിവസം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് നാളത്തെ ദിവസം ഇവരുടെ അനുഭവം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം ധനപരമായ നേട്ടം, കുടുംബത്തിൻ്റെ സ്ഥിതി ഒക്കെ, ഇപ്പോൾ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് താമസിക്കുന്നൊരു വീട്ടിൽ ധനസ്ഥിതിയും കുടുംബസ്ഥിതിയും ഒക്കെ അനുകൂലമാണെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ രോഗം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. തൊഴിൽപരമായി അവർക്ക് നാളത്തെ ദിവസം നേട്ടമാണ്. പക്ഷെങ്കിൽ തൊഴിൽ വന്നു ചേർന്നാലും തൊഴിൽ ചെയ്തു കൊടുക്കാൻ ശരീരം ചിലപ്പോൾ അതിന് സമ്മതിച്ചെന്ന് വരത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മനസ്സിനൊരു പോസിറ്റീവ് എനർജി, ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ എത്തിക്കും. ജോലി ചെയ്യാൻ താല്പര്യക്കുറവ് കാണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അവർക്ക് നേട്ടമുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം സാധിച്ചെടുക്കുന്ന ഒരു ദിവസമാണ്. യാത്ര ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശത്രുനാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവരെ ശത്രുവായിട്ട് കാണുന്ന പലരുടെയും മുമ്പിൽ ഇവർ ശോഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ഇവരൊരു കാര്യം, ഇപ്പോൾ ഒരു ജോലിയുള്ളൊരു വ്യക്തി ഒരു 10 ദിവസം അവധിക്ക് വേണ്ടി ഒരു ഓഫീസിൽ കൊടുത്തു. അപ്പോൾ അവിടെ ഒരു ശത്രുവാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ആ ശത്രു സ്വയം തോൽവി സംബന്ധിച്ച് ഇവർക്ക് ഈ അവധി കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും. വാദപ്രതിവാദങ്ങളിൽ ഇവർ ജയിക്കുന്നൊരു ദിവസമാണ്. കൃഷി കാര്യങ്ങളിൽ കൂടി ലാഭം ഉണ്ടാകുന്ന ദിവസമാണ്. അപ്പോൾ നല്ലപോലെ ആഹാരങ്ങളൊക്കെ ഭക്ഷിക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ അനുകൂലമായ നല്ല ഫലങ്ങൾ, ധനധാന്യ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ആൺമക്കളാലുള്ള ദുഃഖകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ധനം, ഐശ്വര്യം, ഈശ്വരവിശ്വാസം എന്നിവയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പല കാര്യങ്ങളിലും ഇവർ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യങ്ങളിലും ഫലമുണ്ടാകാതെ, ഇപ്പോൾ അവർ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട്, ശനീശ്വരനോട് പ്രാർത്ഥിച്ചിട്ടൊന്നും വളരെ നാളുകളായി അതിന്മേൽ ഒരു കാര്യവും നടക്കാതെ ഇവർ നിരാശപ്പെട്ട് ഇനിയും ഈശ്വരൻ ഉണ്ടോ, ഈശ്വരൻ ഇല്ലയോ, അങ്ങനെ വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ചിലരൊക്കെ നാളുകളായിട്ട് മാനസികമായ അസ്വസ്ഥതകളാലും പ്രയാസങ്ങളും, ചിലർക്ക് ജോലിക്ക് പോകത്തില്ല, അങ്ങനെ ഒരു അസ്വസ്ഥനായിട്ട് ജീവിക്കുന്ന ഒരു സമയമാണ്. അത് ശനിയുടെ ദോഷമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. അങ്ങനെയുള്ളവർ ശനീശ്വര ക്ഷേത്രങ്ങളിൽ പോയി പ്രത്യേകിച്ച് വഴിപാടുകളും കാര്യങ്ങളും മുടങ്ങാതെ ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. 2025 ജനുവരി മാസം വരെ ഈ പ്രതിസന്ധി ചിലർക്കൊക്കെ നിലനിൽക്കും എന്നുള്ള കാര്യവും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് വന്നു ചേരുക. ഭാര്യയും ഭർത്താവിനും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അവർക്ക് നാളത്തെ ദിവസം ബന്ധുജനങ്ങളുമായി അകൽച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മാത്രമല്ല ഇവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതിവും പറ്റാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞു തരികയാണ്. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അവർക്ക് അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര ഐശ്വര്യമായ ഒരു സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത്. അവരുടെ കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് ദോഷം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതി മൊത്തത്തിൽ അത്ര അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. വിദേശവാസത്തെക്കുറിച്ച് ചിലരൊക്കെ ചിന്തിക്കും. ചിലർ ചുമ്മാതെ വെറുതെ യാത്ര ചെയ്ത് പണം കളയും, സമയം കളയും. വിദ്യ കൊണ്ട് ഇവർക്ക് ഒരു നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമല്ല. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടമൊന്നും ഉണ്ടാകുന്നൊരു സമയമല്ല. അതൊക്കെ ഇവർക്ക് വന്നു ചേരണമെങ്കിൽ, ഇപ്പോൾ ഈ നാളുകാരായിട്ടുള്ളവർക്കൊരു പുതിയ വീടും കാര്യങ്ങളൊക്കെ വന്നു ചേരണമെങ്കിൽ 2025 ജനുവരി കഴിയണം.
അപ്പോൾ അതുവരെ ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം വന്നു ചേരാൻ സാധ്യത കുറവാണ്. ഇനി ദശാകാലത്തിൻ്റെ ബലം കൊണ്ട് അത് സാധിക്കുന്നവരുണ്ടായിരിക്കാം, അതല്ലാതെ സാധ്യത കുറവാണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. നാളത്തെ ദിവസം അവർക്ക് ധനപരമായിട്ടുള്ള നേട്ടമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ള, കുടുംബത്തിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം ബന്ധത്തിൽ മോശമാകുന്നൊരു സാഹചര്യമാണ് കാണുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സഹോദരന് ദോഷം വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും അവർക്ക് നാളത്തെ ദിവസം നല്ല ഭാര്യ, നല്ല കുടുംബം, ധനപരമായ നേട്ടം, മറ്റുള്ള എല്ലാ സൗഭാഗ്യകരമായ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഇവർ കുടുംബത്തിൽ പ്രധാനിയാകുകയും ചെയ്യുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം കുടുംബസുഖം, ധനനേട്ടം എന്നിവ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണം ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. ദാമ്പത്യ സുഖം ഒക്കെ വന്നു ചേരുന്ന ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ധനക്ലേശവും സാമ്പത്തിക ബുദ്ധിമുട്ടും കുടുംബസുഖത്തിനുമൊക്കെ കുറവ് വരും. കാരണം അവർ ജനിച്ച സമയത്ത് ശനി അനിഷ്ട സ്ഥാനസ്ഥിതനാണെങ്കിൽ നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരത്തില്ല. അല്ലാത്തവർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ധനപരവും കുടുംബസുഖവും ഒക്കെ പ്രതീക്ഷിക്കാം, ദാമ്പത്യ സുഖവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായി ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതകൻ മാത്രം അനുകൂലമായൊരു ദിവസമല്ല. കാരണം അവർ ജന്മശനിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നൊരു സമയമാണ്. എന്നാൽ ചിലർക്കൊക്കെ ഈ ജന്മശനിയുടെ ദോഷമൊന്നും വന്നു ചേരത്തില്ല. കാരണം അവർ ജനിച്ച സമയത്ത് ശനി അനുകൂല ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം ഈ ഔട്ടം 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാർ വളരെ ഭാരപ്പെടുന്നൊരു സമയമാണ്. ഒരു കാര്യങ്ങളിൽ അവർക്കൊരു നീക്കുപോക്കുണ്ടാകുന്നില്ല. ഒരു കാര്യങ്ങളിലും അവർക്ക് വിജയം കൈവരിക്കാൻ പറ്റുന്നില്ല. ചിലരൊക്കെ വിദേശത്തൊക്കെ പോയി ജോലിക്ക് വേണ്ടി പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ, അല്ലെങ്കിൽ നല്ല ജോലി ലഭിക്കാതെ അവിടെ നിൽക്കാനൊരു താല്പര്യമില്ലാതെ തിരിച്ചു പോരുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. കാരണം ഈ ജന്മശനിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ അലച്ചിലും കഷ്ടതയാണല്ലോ ജന്മശനിയുടെ ഭാഗം. അപ്പോൾ അലയും കഷ്ടതയൊക്കെ വന്നു ചേരും. അപ്പോൾ ഇങ്ങനെ വിദേശത്തൊക്കെ പോയി ഈ ജോലിക്കൊക്കെ പോകുന്നവർ, ലക്ഷങ്ങളൊക്കെ മുടക്കി പോകുന്നവർ ഒരു ദൈവജ്ഞനെ കണ്ടിട്ട് ഒരു 500 രൂപ കൊടുത്ത് ഞാൻ പോയാൽ അവിടെ എനിക്ക് നല്ല ജോലി കിട്ടുമോ, അതിൽ എനിക്കവിടെ നിൽക്കാൻ പറ്റുമോ, എത്ര സ്വന്തക്കാരും സുഹൃത്തുക്കളും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും എനിക്ക് നിൽക്കാൻ പറ്റുമോ, നല്ല ജോലി കിട്ടുമോ, അനുകൂലമാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോവുക. ലക്ഷങ്ങളല്ലേ മുടക്കുന്നത്. അങ്ങനെ എത്രയോ പേര് ഇതൊക്കെ നോക്കാതെ പോയി ലക്ഷങ്ങളങ്ങ് കളയുക, ഒറ്റയടിക്ക് കളയുക. ചിലപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് ധനനഷ്ടത്തിൻ്റെ സമയമായിരിക്കാം. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടായിരിക്കും അവർക്ക് നോക്കണമെന്ന് താല്പര്യം ഇല്ലാത്തതുമൊക്കെ. അപ്പോൾ ഞാനിത് പറഞ്ഞു തരികയാണ്. അപ്പോൾ അത് പ്രിയപ്പെട്ടവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക. എന്തായാലും നാളത്തെ ദിവസം ചിലരൊക്കെ മനോദുഃഖം, മാനഹാനി, മറ്റുള്ളവരുമായിട്ടുള്ള ശത്രുതയും കലഹവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കടന്നു പോകും. ചിലർക്കൊക്കെ ദോഷമില്ലാതെ സാധാരണ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അന്യജനങ്ങളിൽ നിന്ന് ദോഷം സംഭവിക്കുന്ന ഒരു ദിവസമാണ്. ചിലർക്ക് നാളത്തെ ദിവസം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ശത്രുത ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധനനഷ്ടം സംഭവിക്കാം. അതുപോലെ തന്നെ ആൺമക്കളാൽ ക്ലേശം സംഭവിക്കാം. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാം. രോഗത്താൽ ഭാരപ്പെടാം. അങ്ങനെ പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും. കാരണം 12-ൽ ശനി നിൽക്കുന്ന സമയമാണ്. 7.5 ശനിയുടെ ഭാഗമായിട്ടാണ് 12-ൽ ശനി നിൽക്കുന്നത്. ഇനിയും കിടക്കുകയാണ് അവർക്ക് 5 വർഷം കൂടി ഇനിയും. അപ്പോൾ അതിൻ്റേതായ ദോഷവശങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങൾ വന്നു ചേരുന്നവർക്കും അനുകൂലമായിട്ടുള്ളവർക്കും എല്ലാവരെയും 27 നക്ഷത്ര ജാതകരെയും മഹാദേവൻ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരിൽ വന്നു ചേരും. ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ മഹാദേവൻ വന്നു ചേരും. എത്ര പ്രതികൂലത്തിൽ കൂടി നിങ്ങൾ കടന്നു പോയാലും നിങ്ങൾക്ക് ആശ്വാസം അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം വന്നു ചേരുന്ന എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് മഹാദേവൻ തരുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നന്ദി, നമസ്കാരത്തോടുകൂടി ഞാൻ നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.